ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായി എഫേസ്യർ 5:1-2 വായിക്കാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഇവിടെ നാം ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നാം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ കുറിച്ചിൻ്റെ മഹത്വം മനസ്സിലാക്കി. നമുക്ക് ഇന്നത്തെ വചനത്തെ ഇന്നും അതുതന്നെയാണ് ചിന്താഗതി. അത് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആകയാൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 4 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത നിർണായകമായ പദവിയിലേക്ക് ഉയരാനാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അനുകരിക്കാൻ നമുക്ക് അനേക കാര്യങ്ങളുണ്ട്. അനുകരിക്കണമെങ്കിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കണം. ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ വചനത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനം വായിച്ച് ധ്യാനിച്ച് എങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആകയാൽ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. അടുത്ത ചിന്ത, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഇവിടെ സ്നേഹം എന്ന വാക്ക് 2 പ്രാവശ്യം കാണുന്നു. സ്നേഹിച്ച കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത്? താൻ ഒരു യാഗമായി തീർന്നു. തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാട് യാഗവുമായി അർപ്പിച്ചു. വളരെയധികം ആഴമായ അർത്ഥം ഇതിനുണ്ട്. പഴയ നിയമത്തിലെ യാഗത്തിലേക്ക് പോകണം. രക്തച്ചൊരിച്ചിലില്ലാതെ പാപമോചനമില്ല. മനുഷ്യജാതികളെ രക്ഷിക്കാനായി രക്തച്ചൊരിച്ചിൽ ആവശ്യമാണ്. അതിൽ പാപമില്ലാത്ത നിഷ്കളങ്കമായ രക്തം തന്നെ ചൊരിയണം. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം അതിന് മതിയാകുകയില്ല. നിഷ്കളങ്കമായ പാപമില്ലാത്ത രക്തം തന്നെ വേണം. കർത്താവായ യേശുക്രിസ്തുവിൽ പാവമില്ലാത്ത പാവമറിയാത്ത ദൈവപുത്രൻ തന്നെ യാഗമായി തീരണം. പിതാവിൻ്റെ ഹിതപ്രകാരം പുത്രൻ തന്നെ അത് ഏറ്റെടുത്തു. തന്നെത്താൻ ആ ശുശ്രൂഷ ഏറ്റെടുത്തു. ക്രൂശിന്മേൽ കയറി. ആരും കയറ്റിയതല്ല, താൻ തന്നെ കയറി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്ന് തന്നെത്താൻ സൗരഭ്യവാസനയായി യാഗവും വഴിപാടുമായി തീർന്നു. പ്രിയ സഹോദരിമാരെ, ആ സ്നേഹത്തെ ഒന്ന് ഓർത്ത് നോക്കുക. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമിക്കാം. ആ കർത്താവിനെ ഒന്ന് നോക്കുക. നമുക്കായി കഷ്ടം സഹിച്ചവനെ ധ്യാനിക്കുക. അവൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം ഒന്നുമില്ല. സൗരഭ്യവാസനയായി തീർന്നത് ധ്യാനിക്കാം. നമുക്കായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ നോക്കാം. അവൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം ഒന്നുമില്ല. നമുക്ക് പോഴുവാൻ ഒന്നുമില്ല. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് 5ഉം 6ഉം അധ്യായങ്ങളിൽ വിശദമായി പറയുന്നുണ്ട്. പ്രിയ സഹോദരിമാരെ, അത് വായിച്ച് മനസ്സിലാക്കി അതുപോലെ ജീവിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരും. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ ഒന്ന് ധ്യാനിക്കാം. നമ്മെ വീണ്ടെടുക്കാനായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഗലാത്യർ 1:1-2-3. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഗലാത്യർ 2:20. അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തി ചെയ്യാൻ ഉള്ള സ്വന്തം ജനമായി തീരേണ്ടതിന് കർത്താവ് തന്നെത്താൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തു. തീത്തോസ് 2:14. എനിക്ക് വേണ്ടി യാഗവും വഴിപാടും സൗരഭ്യവാസനമായി തീരേണ്ടതിന് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യാഗമായി തീർന്നു. എഫേസ്യർ 5:1-2. ആ സഹോദരിമാരെ, നമ്മൾ ഈ കർത്താവിനെ ധ്യാനിച്ച്
ഈ കർത്താവിനെ പോലെ ആയിത്തീരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ പരമമായ ഉദ്ദേശം തൻ്റെ പുത്രനോട് അനുരൂപരാകുവാൻ പിതാവ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ആ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിനെ ധ്യാനിച്ച് ദൈവനാമം മഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതം നയിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.